Hi students, welcome back. ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എടുക്കുന്ന ക്ലാസ്സുകൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? വേഗം പഠിച്ചോണം. വേഗം പഠിച്ച് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ 60 ഡേയ്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറേശ്ശെ ഇടുന്നത് 30 മിനിറ്റ്സിൻ്റെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട്. അപ്പം വളരെ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. മറക്കരുതും. പറഞ്ഞത് കേട്ടല്ലോ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ. സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി മോഡലിലൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. സൈൻ ഓഫ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് സൈൻ ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് കോസ് ഓഫ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഫോർമുലയാണ് കോസ് എ കോസ് ബി പ്ലസ് sin a sin b that is equal to cos of a minus b. ഇത് നിങ്ങൾ അങ്ങോട്ട് പഠിച്ച് വയ്ക്കുക നന്നായിട്ട്. മനസ്സിലായല്ലോ? ഈ ഫോർമുല അങ്ങ് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണിത്. കണ്ടോ, ഇതിങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പം നമ്മുടെ എ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ. എ എന്ന് പറയുന്നത് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് ആണ്. ബി എന്ന് പറയുന്നത് നമ്മുടെ എൻ പ്ലസ് 2 ഇൻറ്റു എക്സ്. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ, എയും ബിയും തമ്മിലുള്ള എ എന്ന് പറയുന്നത് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ്, ബി എന്ന് പറയുന്നത് എൻ പ്ലസ് 2 ഇൻറ്റു എക്സ് ആണ്. അപ്പം നമുക്ക് കണ്ട കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ഈസ് ഈക്വൾ ടു കോസ് ഓഫ് എ മൈനസ് ബി അല്ലേ? അപ്പം നമ്മുടെ എൽ എച്ച് എസ് ഈസ് ഈക്വൾ ടു കോസ് of a means n plus 1 into x minus b means n plus 2 into x. മനസ്സിലായല്ലോ? n plus 1 into x minus n plus 2 into x. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. n into x means nx plus 1 into x means x minus n into x means nx minus 2 into x means 2x. nxും മൈനസ് nxും ക്യാൻസലാക്കി x minus 2x is equal to minus x. Then cos of minus x is equal to cos x. That is equal to RHS. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കോസ് ഓഫ് എ മൈനസ് ബി ആണ്. എ എന്ന് പറയുന്നത് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ്, ബി എന്ന് പറയുന്നത് എൻ പ്ലസ് 2 ഇൻറ്റു എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. എൻ എക്സ് പ്ലസ് എക്സ് മൈനസ് എൻ എക്സ് മൈനസ് 2x ആണ്. എൻ എക്സും മൈനസ് എൻ എക്സും ക്യാൻസൽ. എക്സ് മൈനസ് 2x ഈസ് ഈക്വൾ ടു മൈനസ് എക്സ്. അപ്പോൾ കോസ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൾ ടു കോസ് എക്സ്. നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? RHS. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സം കാണാം. ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, cos of 3 pi by 4 plus x minus cos of 3 pi by 4 minus x is equal to minus root 2 sin x. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫോർമുലാസ് പഠിച്ചിരിക്കണം. ഈ ഫോർമുല എല്ലാവരും നന്നായിട്ട് പഠിച്ച് വേഗം പഠിച്ചോളുക. കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ കോസ് വന്നാൽ രണ്ടും കോസ് ആയിരിക്കും. ഒന്ന് എക്സ് പ്ലസ് വൈ ബൈ 2, മറ്റേത് എക്സ് മൈനസ് വൈ ബൈ 2 ആയിരിക്കും. ഓക്കെ, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. കോസ് എക്സ് മൈനസ് കോസ് വൈ ആണെങ്കിൽ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ മൈനസ് വന്നാൽ രണ്ടും സൈനിലേക്ക് മാറും, മൈനസ് 2 ആയിരിക്കും. ഓക്കെ, ദെൻ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സൈൻ വന്നാൽ സൈനും കോസും വരും. മൈനസ് വന്നാൽ ഇതിങ്ങോട്ട് തിരിയുമെന്ന് മാത്രം. കോസ് ഇവിടെയും വരും, സൈൻ അവിടെയും വരും. അപ്പോൾ ഈ ഫോർമുല നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് കണ്ടോ, കോസ് എക്സ് മൈനസ് കോസ് വൈ ആണ് എന്ന് പറയുന്നത് നമ്മുടെ എത്രാമത്തെ സെക്കൻഡ് ഫോർമുലയാണ് അല്ലേ? അപ്പം നമുക്ക് ആ ഫോർമുല നമുക്ക് ഇങ്ങോട്ട് എഴുതാം. കോസ് എക്സ് മൈനസ് കോസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. Am I correct? ഓക്കെ, ഇനി നമ്മുടെ എക്സ് എന്താ ഇവിടെ? ഇതാണ് നമ്മുടെ എക്സ്, ഈ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ വൈ. അത്രയും ഓർത്താൽ മതി. ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
ഇപ്പം LHS ഈസ് ഈക്വൽ ടു കറക്റ്റായിട്ട് പറഞ്ഞോളൂ -2 സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് ഇത് പറയേ 3π/4 പ്ലസ് എക്സ്. ഓക്കെ ഗുഡ്. ഇനി വൈയുടെ സ്ഥാനത്ത് ഇത് പറയേ 3π/4 മൈനസ് എക്സ്. ഓക്കെ ദെൻ /2. ആ 2 കളയരുതും കേട്ടോ, അതെപ്പോഴും വിട്ടുപോകും നമ്മൾ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് സൈൻ എക്സ്. ഏതാ എക്സ് നമ്മുടെ? ഇത് പറഞ്ഞോളൂ. 3π/4 പ്ലസ് എക്സ് മൈനസ് ഇനി ഏതാ നമ്മുടെ വൈ? ഇതല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് സൈൻ ഇട്ടു. ദെൻ 3π/4 ശ്രദ്ധിക്കണം, ഇവിടെ എന്ത് വരും? പ്ലസ് എക്സ്. ഓക്കെ ഡിവൈഡഡ് ബൈ 2. നല്ല കുട്ടികളാണല്ലോ, കറക്റ്റായിട്ട് പറഞ്ഞു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 സൈൻ. നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ? ഈ പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്യാം. 3π/4 പ്ലസ് 3π/4 എന്താ പറഞ്ഞോളൂ? 6π/4. വെരി ഗുഡ്. 6π/4. പിന്നെ ഈ 2 ഇല്ലേ, ആ 2 നമ്മളിവിടെ ഇട്ട് കൊടുത്തു, ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് എന്താ? ഇതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ബൈ 2. എക്സ് പ്ലസ് എക്സ് മീൻസ് 2x/2. അപ്പം നമുക്ക് എക്സ് കിട്ടി. 2x/2 എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? ഓക്കെ നമ്മുടെ ആൻസറിലേക്ക് വരുവാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. -2 സൈൻ. ഇനി നമുക്ക് ഈ 2ഉം ഈ 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 3 എന്ന് എഴുതാമല്ലോ. സൈൻ 3π/4 സൈൻ എക്സ്. Am I correct? ഓക്കെ ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഈ 3π/4 നമ്മുടെ ട്രിഗ്നോമെട്രിക് ടേബിളിലുണ്ടോ? ഇല്ലല്ല. അപ്പോൾ ആ ടേബിളിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണോ നമ്മൾ പഠിച്ചത്? കറക്റ്റ്. -2 സൈൻ പറയേ π-π/4. വെരി ഗുഡ്. ഇൻറ്റു സൈൻ എക്സ്. വെരി ഗുഡ്. ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? π-π/4 സൈൻ π-π/4 വന്നാൽ എന്ത് സംഭവിക്കും? ഓക്കെ -2 സൈൻ π/4. വെരി ഗുഡ്. ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ ഇവിടെ എന്താണ്? സൈൻ π-π/4 വന്നാൽ സൈൻ π/4 ആണ്. സൈൻ π-π/4 ഏത് ക്വാഡ്രൻ്റാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഗുഡ്. സെക്കൻഡ് ക്വാർട്ടറിലെ സൈനും സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവ്. അപ്പം നമുക്കിവിടെ പോസിറ്റീവ് സൈൻ ആണ്, അതുകൊണ്ട് നമുക്ക് സൈൻ ഇടേണ്ടി വന്നില്ല. അപ്പം -2 സൈൻ π/4 ഇൻറ്റു സൈൻ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ π/4 നമ്മുടെ ട്രിഗ്നോമെട്രിക് ടേബിളിലുണ്ടല്ലേ. എന്താ അത്? 1/√2. വെരി ഗുഡ്. 1/√2 സൈൻ എക്സ്. ഓക്കെ ഈ 2ഉം √2ഉം ക്യാൻസൽ ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് പറയേ -√2 സൈൻ എക്സ്. ഓക്കെ കണ്ടോ നമ്മുടെ ആൻസർ എത്തിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. വെരി ഗുഡ്. മനസ്സിലായല്ലോ? അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഫുൾ മാർക്ക് വാങ്ങിക്കണം നമുക്ക്, അതുകൊണ്ട് വേഗം ചെയ്ത് പഠിക്കേ. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ഇനി നമുക്ക് 12th സം. sin square 6x minus sin square 4x is equal to sin 2x into sin 10x. അപ്പോൾ ഇത് a² മൈനസ് b² ഫോമിലാണ്. a² മൈനസ് b² എന്ന് പറഞ്ഞാൽ എന്താ? a² മൈനസ് b² ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ പറയേ സൈൻ സ്ക്വയർ 6x എന്ന് പറഞ്ഞാൽ സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x. മനസ്സിലായല്ലോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മുടെ LHS ഈസ് ഈക്വൽ ടു ഓക്കെ. ദെൻ സൈൻ 6x പ്ലസ് സൈൻ 4x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോർമുല ബേസ് ആണ്. അപ്പം നമ്മൾ ആ ഫോർമുല അവിടെ എഴുതി കൊടുക്കണം. എന്നിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് സൈൻ 6x പ്ലസ് സൈൻ 4x എന്ന് പറയുമ്പം എക്സിൻ്റെ സ്ഥാനത്ത് 6xും വൈയുടെ സ്ഥാനത്ത് നമുക്ക് 4xും ആണ്. കറക്റ്റ് അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് 6x, വൈയുടെ സ്ഥാനത്ത് 4x. അപ്പം സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 2 sin x plus y by 2. That is equal to 2 sin x plus y by 2. X means 6x.
y means 4x. അപ്പോൾ 6x plus 4x means 10x. by 2 means 5x. കറക്റ്റായിട്ട് കിട്ടിയല്ലോ. 2 sin x plus y by 2 ആണ്. x 6x plus 4x total 10x by 2 that is 5x. Then cos x minus y by 2 x 6x minus 4x then 2x 2x by 2 means x. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാണുള്ളത് സൈൻ 6x മൈനസ് സൈൻ 4x. അപ്പോൾ ഈ ഫോമിലാണ്, ഈ ഇക്വേഷൻ ഫോമിലാണ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 2 cos x plus y by 2 into sin x minus y by 2. ഇവിടെ x 6x y 4x സെയിം തന്നെയാണ്. ഇനി പറഞ്ഞോളൂ. 2 cos x plus y by 2 means 6x plus 4x 10x by 2 means that is 5x. Then sin 6x minus 4x means 2x 2x by 2 means x. Am I correct? Then ഇനി നമുക്ക് നോക്കിക്കേ, 2 sin 5x ഉണ്ട്, cos 5x നമുക്ക് ഒരുമിച്ച് അങ്ങ് എടുത്തെഴുതാം അല്ലേ. 2 sin 5x 2 cos 5x, അതുപോലെ 2 cos x 2 sin x, അതിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് 2 ഈ 2 ഞാൻ എടുത്തു, പിന്നെ ഞാൻ sin x cos x എടുക്കാൻ പോവാ. sin x cos x 2 sin x cos x. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് sin 5x cos 5x ഈ 2 നോക്കിക്കേ, 2 sin 5x cos 5x. ഇതൊരു ഫോർമുലയുണ്ട് നമുക്ക്. 2 sin x cos x എന്ന് പറയണത് 2 sin x cos x ഈസ് ഈക്വൽ ടു എന്താന്ന് പറയാമോ, sin 2x. കറക്റ്റായിട്ട് ഫോർമുല പഠിക്കണം കേട്ടോ. 2 sin x cos x ഈസ് ഈക്വൽ ടു sin 2x ആണ്. അപ്പോൾ നമ്മളിവിടെ sin 2x എന്ന് എഴുതി കൊടുത്തു അല്ലേ. 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. അപ്പോൾ ഇവിടെ x വന്നാൽ ഇവിടെ 2x വരും. അങ്ങനെയെങ്കിൽ 2 sin 5x cos 5x എന്ന് പറഞ്ഞാൽ എന്ത് വരും പറഞ്ഞോളൂ, sin 10x. കണ്ടോ, നമ്മുടെ ആൻസർ വന്ന് നോക്കിക്കേ, sin 2x into sin 10x that is equal to RHS. Understood? 12th question. cos square 2x minus cos square 6x is equal to sin 4x into sin 8x. കുഴപ്പമില്ലല്ലോ, നമുക്ക് ചെയ്ത് നോക്കാം. ഇതിന് മുമ്പേ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഓക്കെ, അപ്പം നമുക്ക് cos സ്ക്വയർ 2x മൈനസ് cos സ്ക്വയർ 6x എങ്ങനെ ചെയ്യാം ഒന്ന് പറഞ്ഞേ, വേഗം പറയേ. cos 2x പ്ലസ് cos 6x, വെരി ഗുഡ്. പിന്നെ ഇൻറ്റു ദെൻ cos 2x മൈനസ് cos 6x, ഓക്കെ ഗുഡ്. ഓക്കെ, ദെൻ cos 2x പ്ലസ് cos 6x വി ക്യാൻ യൂസ് വിച്ച് ഫോർമുല, cos x പ്ലസ് cos y. ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 2x-ഉം y എന്ന് പറയുന്നത് 6x-ഉം ആണ്. ഇനി വേഗം പറഞ്ഞോളൂ. 2 cos x plus y by 2. x means that is 2x plus 6x means 8x by 2 means that is 4x. Correct? Okay. Then cos x minus y by 2. x minus y by 2 means 2x minus 6x. 2x minus 6x means that is minus 4x by 2 means that is minus 2x. Then cos of minus 2x. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതാണ്, cos x minus cos y. cos x minus cos y means that is minus 2 sin x plus y by 2. 2x plus 6x means 8x by 2 means that is 4x into sin x minus y by 2. sin x minus y means 2x minus 6x. 2x minus 6x means minus 4x by 2 means and sin 2x minus 6x. 2x minus 6x means minus 4x. minus 4x by 2 means that is minus 2x. ഓക്കെ, ഇനി നമുക്ക്
ഇവിടെ നോക്കിക്കേ, 2 cos 4x, then cos of minus x is equal to cos x. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്നതാണത് അല്ലേ? cos of minus x is equal to cos x. So you should write here cos 2x. Am I correct? Then negative 2 into sin 4x, then into sin of minus 2x. Sin of minus x is equal to minus sin x ആണ്. തെറ്റിക്കരുത് കേട്ടോ. സൈൻ ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. അപ്പം നമുക്കിവിടെ എന്തൊരു മൈനസ് സൈൻ 2x. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ദെൻ വി വിൽ ഗെറ്റ് ദറ്റ് ഈസ് പോസിറ്റീവ്. ഇനി നമ്മൾ എങ്ങനെ എഴുതണം ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം ഈ 2 എടുക്കാം, പിന്നെ നമുക്ക് ഈ cos 2x എടുക്കാം, പിന്നെ നമുക്ക് ഈ sin 2x എടുക്കാം. എഴുതിക്കോട്ടെ. അപ്പോൾ 2 sin 2x cos 2x ഇൻറ്റു, ഇനി നമ്മൾക്ക് എടുക്കേണ്ടത് ഈ cos 4x എടുക്കാം, ഈ 2 എടുക്കാം, ഈ sin 4x എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 sin 4x ഇൻറ്റു cos 4x. ഓക്കെ, 2 sin 2x cos 2x മീൻസ് എന്താ നമ്മൾ പഠിച്ചു കുറച്ച് മുമ്പ്? 2 sin x cos x. 2 sin x cos x ഈസ് ഈക്വൽ ടു sin 2x. ഓക്കെ, ഗുഡ്. അപ്പോൾ 2 sin 2x cos 2x മീൻസ് പറയുക sin 4x. വെരി ഗുഡ്. ഇൻറ്റു then 2 sin 4x into cos 4x means that is sin 8x. Very good. That is equal to sin 8x. ഇതാണോ നമ്മുടെ RHS? നോക്കിക്കേ, sin 4x into sin 8x, that is our RHS side. Understood? നന്നായിട്ട് പഠിക്കണം കേട്ടോ. കുറേ പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. Okay guys, study up to here the remaining problems we will discuss in the next class. Until then, bye bye.